കൃത്യമായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരു കാരണം കസ്റ്റമർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. കസ്റ്റമർക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ് ഉണ്ട്, കാരണം പണ്ട് കാലത്ത് വണ്ടി ഇല്ലായിരുന്നു, പണ്ട് കാലത്ത് ട്രാവൽ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഇല്ലായിരുന്നു. കിട്ടുന്നിടത്തുനിന്ന് കഴിക്കുക, ചെല്ലിനോടത്തുനിന്ന് കഴിക്കുക, ആ പരിപാടിയൊന്നും കസ്റ്റമേഴ്സ് ഇല്ല. സെലക്റ്റീവാണ് കസ്റ്റമേഴ്സ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എത്ര പൈസ ഇട്ടാലും പ്രശ്നമില്ല. ഈ സാധനം 9, 10 മാർക്കാണ്. നിങ്ങളെ ബില്ലും പ്രശ്നമില്ല, പ്രൈസും പ്രശ്നമില്ല, എത്ര പൈസയും മേടിക്കാം നിങ്ങൾക്ക്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് സാധനം ക്ലിയർ അല്ലെങ്കിൽ മില്ലുകൊക്കെ നല്ലോണം നോക്കും, നല്ല രീതിയിൽ സൂം ചെയ്യും, കറക്റ്റായിട്ട് പറയും ചെയ്യും, കസ്റ്റമർ ശരിക്കും പിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ തീരുമാനിക്കുക, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ ബെസ്റ്റ്. ഞാനിപ്പോൾ എന്തിനാ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് എടുത്തൊരു വ്യക്തിയാണ്ട് ആവശ്യം എന്താ? ഞാൻ ആസ് എ ട്രെയിനർ എന്നുള്ളതിലേക്ക് ഞാൻ ട്രെയിനറായിട്ട് എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കണം. അപ്പം ഞാൻ ചിന്തിക്കണം, എൻ്റെ മേഖലയിൽ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്താണ്, അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടി പണിയെടുക്കണം. അതിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ലോക റെക്കോർഡ് ഇടുമ്പോൾ ലോകത്തിൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്, ട്രെയിനിങ് മേഖലയിൽ ചോദിക്കുകയാണ്. അതുപോലെ നാളെ ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ ടൗണിൽ വന്നിട്ട് ബെസ്റ്റ് ഫുഡ് അടിക്കുമ്പോൾ, ബെസ്റ്റ് റിവ്യൂ അടിക്കുമ്പോൾ, ബെസ്റ്റ് റൈറ്റിംഗ് അടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മുകളിൽ വരണമെങ്കിൽ, നാച്ചുറലായിട്ട് വരണമെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ബെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അത് വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം. കസ്റ്റമർ ഇല്ലാതെന്ന് ഒരിക്കലും പറയരുത്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സംഭവം ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ നിന്നും കസ്റ്റമർ വരും, എവിടെ നിന്നും വരും. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഏത് ഭാഗത്തുനിന്ന് വരും. കസ്റ്റമർ ഇല്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾക്കില്ല, കസ്റ്റമർ ആൾറെഡി ഉണ്ട്. പിന്നെ ആൾക്കാർ ഇത് ഉപയോഗിക്കാതെ നിർത്തലാക്കിയ ഒരു സംഭവമല്ല, മരണം വരെ ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സാധ്യതയും ഇല്ല. അപ്പം അങ്ങനത്തെ ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റിയലി ഈ 5 സെൻസിനെയും കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് മിനിമം ഒരു 9, 10 മാർക്ക്, അതായത് ഈ 5ഉം ആവറേജ് എബോവ് നമ്മൾ പോകണം. എല്ലാം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൽ വിജയിക്കുള്ളൂ.